ഒരു ഫുൾ ജേർണി പറയൂ. എന്തുകൊണ്ടാണ് അവസാനിപ്പിച്ചത്, എന്തുകൊണ്ടാണ് MBA ചെയ്യാൻ തീരുമാനിച്ചത്, ആൻഡ് ഇന്റർവ്യൂ എക്സ്പീരിയൻസസ് പല രീതിയിൽ കിട്ടിയല്ലോ. വെരി ഡിഫിക്കൽട്ട് ഇന്റർവ്യൂസ് ആൻഡ് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിരുന്ന ഇന്റർവ്യൂസ് വരെ ഉണ്ടല്ലോ അമൽജിത്ത്. സോ ശരിക്കും അപ്പോ IMD-യിലല്ലേ, IMD-യിൽ ചോദിച്ചു എനിക്ക് ഒരു പുതിയ ഫോൺ വാങ്ങിക്കണം, എന്റെ കുറച്ച് പൈസ ഉണ്ട്, അപ്പോ ഞാൻ ഏത് ഫോൺ വാങ്ങിക്കണം എന്നൊക്കെ ആയിരുന്നു അമൽജിത്തിന്റെ അടുത്ത ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. സോ അമൽജിത്ത് ആ ഫുൾ സ്റ്റോറി ഒന്ന് പറയും. സോ ഞാൻ മഹീന്ദ്രയിലായിരുന്നു, പൂനെയിലായിരുന്നു, ഒരു ഡിസൈൻ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അവിടെ വർക്ക് ചെയ്തപ്പോൾ മനസ്സിലായി നമ്മൾ പ്രൊമോഷൻ കിട്ടുമല്ലോ, നമ്മുടെ മുകളിലുള്ളവരെല്ലാം മാനേജേഴ്സാണ്. അതായത് ടെക്നിക്കൽ ജോബ് ഒരു ലെവൽ കഴിഞ്ഞാൽ ഇല്ല, ഒരു മേ ബി 2 പ്രൊമോഷൻസ്, അത് കഴിയുമ്പോഴത്തേന് ടെക്നിക്കൽ ജോബ് തീരും. പിന്നെ മാനേജറിയൽ ജോബ് തന്നെയാണ് ഓൾമോസ്റ്റ് ഓൾ കമ്പനീസ്, എല്ലാ കമ്പനീസും ഞാൻ പറയുന്നില്ല. അപ്പം ആ ഒരു ഇത് നോക്കുമ്പോൾ എൻ്റെ സീനിയർ മാനേജേഴ്സ് അവരൊക്കെ 10, 15, 20 വർഷം കൊണ്ടാണ് ആ ഒരു ലെവലിൽ എത്തുന്നത്. അത്ര എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അറ്റ് ദ സെയിം ടൈം ഒരു പാരലൽ ട്രാക്ക് ഉണ്ട് മാനേജറൽ ട്രാക്ക് കമ്പനി തന്നെ. അത് നോക്കിക്കഴിഞ്ഞാൽ MBA ഫ്രഷേഴ്സ് അല്ലെ MBA പ്രോപ്പർ ഒരു കോളേജിൽ നിന്ന് MBA എടുത്തവർ, അങ്ങനെയുള്ളവർ ഈ സെയിം മാനേജർ പൊസിഷൻ തന്നെ 2-3 വർഷം കൊണ്ടാണ് എത്തുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായത് അതായത് നമ്മൾ ചെയ്യുന്ന പണി നല്ല പട്ടിപ്പണിയായിരുന്നു. അതായത് 16-17 hours ഒക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടിന്യൂസ്ലി ഇപ്പോൾ 1 month. അങ്ങനത്തെ പണിയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അത് അവരാരും ചെയ്യാൻ പറയത്തില്ല, നമ്മളോട് പറയത്തില്ല ചെയ്യാൻ. നമുക്കറിയാം ഈ വർക്ക് തീരണമെങ്കിൽ അത്രയും ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യണം. കാരണം എന്തായാലും എൻ്റെ കരിയർ ഗ്രോത്തിന് ഒരു MBA മാനേജ്മെൻറ്റ് ഡിഗ്രി വേണം. കൂടെ നിന്ന് പ്രിപ്പയർ അവിടെ വർക്ക് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എൻ്റെ കേസിൽ പോസിബിൾ അല്ലായിരുന്നു. കാരണം എനിക്ക് അത്യാവശ്യം റെസ്പോൺസിബിലിറ്റീസ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓരോ വർഷം കഴിയുന്തോറും. പിന്നെ അവിടെ നമ്മുടെ കോവിഡൊക്കെ വന്നപ്പോഴത്തേന് ഈ റിലീവിംഗ് ഒക്കെ കൂടി. അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്ത കുറേ പേരൊക്കെ പോയി. അപ്പം കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഞാൻ ഡിസൈഡ് ചെയ്തു ക്വിറ്റ് ചെയ്യുവാണ്. എന്തായാലും ഗ്യാപ്പ് വന്നാലും കുഴപ്പമില്ല, മാനേജ് ചെയ്യാം എന്ന് പറഞ്ഞ് ക്വിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ ഐ ഗസ് ഫോൺ ടൈമിൻ്റെ വെബ്സൈറ്റിലാണ് എങ്ങനെയോ ഞാൻ ഇത് രജിസ്റ്റർ ചെയ്യാം. ആദ്യം എന്നെ വിളിച്ച് സംസാരിച്ചു, അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ജോർജ് സാറ്, ഞാൻ പൂനെയാണ് ജോർജ് സാറിനെ വിളിച്ചത്. ജോർജ് സാർ അപ്പം തന്നെ പൂനെ ഇവിടെ ചിഞ്ചുവാട അവിടെ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിൽ വന്നിട്ട് അങ്ങോട്ട് വരാം, എന്നിട്ട് നമുക്ക് നോക്കാം. എന്നിട്ട് നാട്ടിലോട്ട് വന്നിട്ട് ആദ്യം തന്നെ ജോർജ് സാറിനെ കണ്ടു. ജോർജ് സാറ് അത്യാവശ്യം ഇങ്ങനെ അറിയാമല്ലോ, പുള്ളി ഇങ്ങനെ വലയിട്ട് ഇങ്ങനെ പിടിച്ചു. അപ്പോൾ പുള്ളി അത്യാവശ്യം എല്ലാം പറഞ്ഞു തന്നു. പിന്നെ എന്നോട് നമ്മുടെ മാനേജറുണ്ട് വിനീത് സാർ വിനീത് സാർ കാണാം, സാറിനോട് സംസാരിക്കാം, സാറെല്ലാം പറഞ്ഞു തരും. വിനീത് സാറ് ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ കാലൊക്കെ പൊക്കിയാണ് ഇങ്ങനെ ഇരിപ്പുണ്ട്. എൻ്റെ പ്രൊഫൈലൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. എന്നിട്ട് എന്തായിരിക്കും ഇന്നത് ഇത് ചെയ്യാം. കാരണം എനിക്ക് ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വേണമെന്നുണ്ടായിരുന്നു. അപ്പം പുള്ളി അതെല്ലാം എങ്ങനെയാണ് പ്ലാനൊക്കെ അന്ന് തന്നെ ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ജോയിൻ ചെയ്ത് അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. ഇല്ല. പകുതി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അവസാനം മത്സരിച്ച് അതുപോലെ സെക്ഷണൽ ടെസ്റ്റുകൾ എല്ലാം തന്നെ കവേർഡ് അല്ലേ? ഓൾമോസ്റ്റ് എല്ലാം ചെയ്തു തീർക്കാത്ത ഏതെങ്കിലും SM ഉണ്ടോ? 1-2 ചാപ്റ്റേഴ്സ് കാണും. അത്രേ ഉള്ളായിരുന്നു. എനിക്ക് ഇങ്ങനെ സ്ട്രെസ് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടില്ല, അതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഭയങ്കര വേരിയഡ് ആയിരുന്നു. അതായത് ഇത് പറഞ്ഞ പോലെ തന്നെ എന്നോട് ഈ ഒരു റിമെമ്പർ കറക്റ്റ്ലി ഗ്രേറ്റ് ലേക്സ് ആണെന്ന് തോന്നുന്നു ഇൻ്റർവ്യൂവിന്. ഞാൻ നാട്ടിൽ തിരുവല്ല എന്ന് പറഞ്ഞപ്പം ഏത് ജില്ലയിലാണ്. അപ്പം പിന്നെ എന്നോട് പുള്ളി ചോദിക്കുന്നത് അവിടെ ഏതൊക്കെ അമ്പലങ്ങളുണ്ട്. അടുത്ത് ചങ്ങനാശ്ശേരി അമ്പലമില്ല, എൻ്റെ പേരറിയാവോ? ചങ്ങനാശ്ശേരി തിരുവല്ലയിലോട്ട് പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അമ്പലത്തിലൊക്കെ കയറി പോകേണ്ടത്? സാർ അത്യാവശ്യമൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ പുള്ളി ഉദ്ദേശിച്ച കാര്യം എനിക്ക് അറിയത്തില്ല, എന്തോ ഒരു പിൽഗ്രിമേജിൻ്റെ എന്തോ ആയിരുന്നു. അപ്പം അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് IIT ഖരഗ്പൂരിൻ്റെ റോക്കറ്റ് എഞ്ചിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, അങ്ങനത്തെ ഇൻ്റർവ്യൂസും ഉണ്ടായിരുന്നു. സത്യമായിട്ടും ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ അത് പറഞ്ഞപ്പോൾ പുള്ളി സോ ഹി ജസ്റ്റ് വെന്റ് ഓൺ സ്ട്രേറ്റ് ടു ഹൗ ഡസ് എ റോക്കറ്റ് എഞ്ചിൻ വർക്ക്. എനിക്ക് 3 daysലെ എക്സസൈസ് ഓർമ്മ അത്. പിന്നെ അത് വാട്ട് ടൈപ്പ് ഓഫ് എഞ്ചിൻ ഇറ്റ് ഈസ്. ദെൻ പിന്നെ ഞാൻ എൻ്റെ വർക്ക്സ് ഓട്ടോമോട്ടീവ് ആണല്ലോ, അപ്പം കാർസിനെ പറ്റി കുറേ ചോദിച്ചു.
പുള്ളി ഇങ്ങനെ എന്തോ ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ. I have never come across such a thing. I just know carbon fiber, but he was not actually meaning carbon fiber. Something else that I've never heard of. അങ്ങനെ ഒരു സാധനമാണ് പുള്ളി ചോദിച്ചത്. എനിക്ക് പറയാൻ പറ്റില്ല. സോ അങ്ങനത്തെ ഇൻ്റർവ്യൂസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ബേസിക് ആയിട്ട് കാര്യങ്ങളും. ബട്ട് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഇൻ്റർവ്യൂസിലും അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റൻ എങ്കിലും നമ്മൾ ഒരു പൊസിഷനിലോട്ട്, അതായത് ഒരു എന്തെങ്കിലും നമ്മളൊന്ന് ട്രബിൾ ചെയ്യാൻ നോക്കും. ആൻഡ് ഹൗ ഡു യു മാനേജ് ഇറ്റ് അത് നോക്കും. അതായത് you don't necessarily have to have the answer for that, but സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് നോക്കുന്നുണ്ട്. അതായത് ഇപ്പം സപ്പോസ് എക്സിലറേറ്റ് ഇൻ്റർവ്യൂ ആയിരുന്നെങ്കിൽ ക്വസ്റ്റ്യൻ വാസ് വെരി സില്ലി. അതായത് എനിക്ക് അംബാസഡർ കാറാണ് ഇഷ്ടം. അംബാസഡർ കാർ പുതിയ കാർ മേടിക്കാൻ താല്പര്യമില്ല. കാരണം അംബാസഡർ കാറിനകത്ത് എത്ര പേരെ വേണമെങ്കിൽ കൂട്ടിക്കയറ്റാം. കേടായി കഴിഞ്ഞ ഉടനെ സ്വയം ഇറങ്ങി നന്നാക്കാം. അപ്പം അങ്ങനെ ഒരു കാറുള്ളപ്പോൾ ഞാൻ എന്തിനീ പുതിയ കാർ മേടിക്കണം? കാരണം ഭയങ്കര കോംപ്ലക്സ് ആണ്, ഇവിടെ നിന്ന് പോയി നന്നാക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇത്ര ആൾക്കാരെ ഒന്നും കയറ്റാൻ പറ്റത്തില്ല. ജസ്റ്റ് കൺവിൻസ് മീ ടു ബൈ എ ന്യൂ കാർ എന്ന് പറഞ്ഞു. ആൻഡ് ഞാൻ എന്തൊക്കെ വാലിഡ് പോയിന്റ് പറഞ്ഞാലും ഹി വാസ് ഒപ്പോസിങ്. അപ്പം സോ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ദേ വർ നോട്ട് ലുക്കിംഗ് ഫോർ ദ റൈറ്റ് ആൻസർ. നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോയിന്റ്സ് വാലിഡ് ആണോ, അത് നമ്മൾ ആക്ച്വലി എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ കുറേ പറഞ്ഞു കഴിയുമ്പം അവർ ഓക്കെ ഇറ്റ്സ് ഓക്കെ ഫൈൻ അങ്ങനെ പറഞ്ഞ് വിട്ടു. ബട്ട് ദേ ആർ ജസ്റ്റ് ലുക്കിംഗ് ഫോർ ഹൗ ഐ മാനേജ് ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഐ ആസ്ക്ഡ്. അത്രയും നോക്കിയിട്ടുള്ളതാണ്. സോ ബേസിക്കലി എന്തും പ്രതീക്ഷിക്കാം. നമ്മുടെ ബിഹേവിയറൽ ക്വസ്റ്റ്യൻസ് അത് ചില ഇൻ്റർവ്യൂസ് ചോദിച്ചായിരുന്നു. സോ ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. പലരും പല കോഴ്സായിരിക്കും. ഞാനിപ്പോൾ ഡിഗ്രി ചെയ്ത ചിലരുണ്ട് ബിടെക്, ചില എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അതെന്തുമാത്രം നമ്മുടെ അപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ എഫക്റ്റീവ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്കൊരു പ്രൊഫൈൽ ഇല്ലെങ്കിൽ അടുത്ത വർഷം പരീക്ഷയുള്ളൂ ബിൽഡ് ചെയ്യാൻ. ഒരു വർഷമൊക്കെ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കാര്യത്തിൽ നമുക്കൊന്നും മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉള്ളതൊരു സബ്ബാർ അച്ചീവ്മെൻ്റ് ആയിട്ട് ഒരിക്കലും കാണുന്നത്. ഇപ്പം എവിടെ പഠിച്ചത്, എവിടെ ആണെങ്കിൽ തന്നെ അവിടെ വരെ ഉള്ളത് മാർക്ക് വാലിഡ് ആണ്, അല്ലെ എത്ര കിഡ് പോയിട്ട് വാലിഡ് ആണ്. അത് അവർ നോക്കുക തന്നെ ചെയ്യും, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു വർഷമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഭയങ്കര വേരിയഡ് ആക്കാൻ പറ്റും. ഒരു പർട്ടിക്കുലർ ഒരു നീഷ്, അതായത് ആരും ചെയ്യാത്തൊരു ഹോബി ടേക്കപ്പ് ചെയ്യുക, ഒരു വർഷമുണ്ട്. ഒരു മേ ബി ഒരു NGO വർക്ക് ചെയ്യുക കുറച്ച് നാളത്തേക്ക്, അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് റിലേറ്റഡ് റെപ്യൂട്ടഡ് കോഴ്സ്, ഓൺലൈൻ കോഴ്സ് ചെയ്യുക. അപ്പോൾ ഒരു വർഷമുണ്ട്. അപ്പം സൈഡ് ബൈ സൈഡ്, അതായത് എക്സാം അടുക്കുമ്പോഴത്തേക്കും നമുക്കൊന്നും സമയം കിട്ടത്തില്ല, ഫുൾ പ്രിപ്പറേഷൻ വേണ്ടി വരും. പക്ഷേ ഇപ്പം എത്ര ജൂൺ 2-3 മാസം ഉണ്ടെങ്കിൽ അത്രയും ടൈമിൽ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട്, അതായത് എൻ്റെ പ്രൊഫൈൽ വീക്കാന്ന് എനിക്കൊരു തോന്നലുണ്ടെങ്കിൽ അത് ബിൽഡ് ചെയ്യാൻ പറ്റും. അതിനധികം സമയമൊന്നും എടുക്കത്തില്ല. കാരണം എന്തെങ്കിലുമൊക്കെ കാണും. നിങ്ങൾക്കത് കണ്ടുപിടിക്കാനുള്ള കാര്യമുള്ളൂ. അതും വേരിയഡ് ആക്കുന്നത് വളരെ നല്ലതുമാണ്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഇൻ്റർവ്യൂ ലീഡ് ചെയ്യാൻ പറ്റണം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കിലോട്ട് അവരെ ലീഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അതിൽ നിന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന തന്നെ എനിക്ക് കാർസ് ഇഷ്ടമാണ്. അപ്പം എൻ്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ അതിനകത്ത് തന്നെ അവർ ചോദ്യം ചോദിക്കാനുള്ള രീതിയിലാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ ഉണ്ടാക്കിയിരുന്നത്. അല്ലെങ്കിൽ ഇന്ന സ്റ്റൈലിലോട്ട് അവരെ ലീഡ് ചെയ്യണം. എന്നോട് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എങ്ങനെ അങ്ങോട്ട് ലീഡ് ചെയ്യണമെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ എൻ്റെ പ്രൊഫൈലിൽ ഹൈലൈറ്റ് പോയിന്റ്സ് ഇതൊക്കെയാണ്, ആ ഇതിലോട്ട് ലീഡ് ചെയ്യണം.